പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ലിഥിയം അയൺ ബാറ്ററി ചാർജിങ് മൊഡ്യൂളാണ്. നമ്മൾക്ക് ഒരിക്കലും ഒരു ലിഥിയം അയൺ ബാറ്ററി ഇതൊരു 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് ഡയറക്റ്റ് ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്ററി പൊട്ടിത്തെറിക്കും, ഡാമേജ് ആകും, മൊത്തത്തിൽ തീയാവും, അങ്ങനെ അല്ലെങ്കിൽ അത് വീർത്ത് വരും, ബൾജായിട്ട് വരും. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസ് ചാർജ് ചെയ്യാനായിട്ട് പ്രത്യേകം മൊഡ്യൂളുകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ചെറിയൊരു മൊഡ്യൂളാണ്. ഇതിൻ്റെ മാക്സിമം കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 1 ആംസ് ആണ്. അപ്പോൾ ഇത് നോക്കുക, മൈക്രോ USB-യുടെ ഒരു ഇൻപുട്ട് ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, സാധാരണ മൊബൈൽ ചാർജറൊക്കെ. അതേപോലെ തന്നെ വേണമെങ്കിൽ വയർ 2 പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. ഔട്ട്പുട്ട് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്നതും കൊടുക്കുന്നതും ശ്രദ്ധിക്കുക. ഇവിടെ ബാറ്ററി പോസിറ്റീവും ബാറ്ററി നെഗറ്റീവും ബാറ്ററിയിലോട്ട് കൊടുക്കുക. ഈ തരത്തിലുള്ള ബാറ്ററി ആണെങ്കിൽ ഇത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാറ്ററി ആണെങ്കിൽ അത്. പിന്നെ ഔട്ട്പുട്ട് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഈ ഒരു ബോർഡിന് ഓവർ ഡിസ്ചാർജിങ്, അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ് ഈ 2 IC കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഔട്ട്പുട്ട് എടുക്കുന്നത് നിങ്ങൾ ബാറ്ററിയുടെ ഈ പോർഷനിൽ നിന്ന് എടുക്കരുത്, ഈ ഔട്ട്പുട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഈ 2 പോർഷനകത്തു നിന്ന് എടുക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരെണ്ണം വാങ്ങിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു ലിഥിയം അയൺ ബാറ്ററിയിലോട്ട് കൊടുക്കരുത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നത് 1 ആംസിലോട്ടാണ്. നമ്മൾ ഒരു കാരണവശാലും ഇത് 18650യുടെ സാധാരണ വരുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. 1 ആംസ് കൊടുത്ത് ഇത് ചാർജ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ബാറ്ററിയുടെ AH കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ 25% കൂടുതൽ നമ്മൾ എത്രയാണോ ആ 25% കൂടുതൽ കറണ്ട് കൊടുത്ത് ഒരിക്കലും ബാറ്ററി ചാർജ് ചെയ്യാൻ പാടില്ല. ബാറ്ററി ഓവർ ഹീറ്റ് ആകും, അത് ബൾജാവും, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ കറണ്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കും. പലരും ഇതൊരെണ്ണം വാങ്ങിച്ചത് അതൊന്നും ശ്രദ്ധിക്കാറില്ല, ഡയറക്റ്റ് ബാറ്ററിക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് അങ്ങനെ തന്നെ ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു ചിപ്പ്, ഇതാണ് ഇതിൻ്റെ ചാർജിങ് മൊഡ്യൂളിൻ്റെ മെയിനായിട്ടുള്ള ചിപ്പ്. ഈ ഒരു ചിപ്പിൻ്റെ TP4056 എന്നാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പിന്നിലൊരു റെസിസ്റ്റർ വരുന്നുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ചാർട്ട് കാണിക്കുന്നുണ്ട്. ഈ ചാർട്ടിൽ കുറേ വാല്യൂസുകളും അതേപോലെ തന്നെ നമ്മൾക്ക് ഔട്ട്പുട്ട് കറണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾക്ക് എത്രയാണോ ആവശ്യം, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററി ആണെങ്കിൽ ഇതിപ്പം ഒരു ആക്ഷൻ ക്യാമറയുടെ ബാറ്ററിയാണ്. ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 mAh ആണ്. അതായത് 3.8 വോൾട്ട് എന്ന് കാണുന്നുണ്ട്, 1000 mAh. അപ്പോൾ ഇതിൻ്റെ ഒരു 25%, മാക്സിമം 30%, 25%-ന് കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ 250 milliamps ആയിരിക്കണം നമ്മൾക്കിത് ചാർജ് ചെയ്യാനുള്ള കറണ്ട്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ബൾജാവും, ഹീറ്റായിട്ടൊക്കെ അത് പിന്നീട് അതിൻ്റെ ലൈഫിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ 250 milliamps ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന രീതിയിലോട്ടുള്ള റെസിസ്റ്റർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബോർഡിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് 3.3 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്ററാണ്. ഈ SMD റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കണം. ഇത് റിമൂവ് ചെയ്തെടുത്തു, ഇവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു റെസിസ്റ്റർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾക്കിപ്പം ചില ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ ചില ഡിവൈസുകളുടെ ബാറ്ററി ചാർജറൊക്കെ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 2 പോഗോ പിൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ബാറ്ററി ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് സുഖമായിട്ട് ചാർജ് ചെയ്യാം. നമ്മൾ ഈ ബാറ്ററിയുടെ ചാർജർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നല്ല പൈസയുണ്ട് അതിന്. പിന്നെ മൊബൈൽ ഫോണിൻ്റെ പഴയ ബാറ്ററിയുടെ അകത്തുനിന്ന് ഈ മാതിരി മൊഡ്യൂളുണ്ട്, അതൊന്നും അഴിച്ചെടുക്കരുത്. അതിൻ്റെയൊക്കെ കറണ്ട് റേറ്റിംഗ് ഒക്കെ വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ബാറ്ററി നമ്മൾക്കിവിടെ ചാർജ് ചെയ്യത്തക്ക രീതിയിൽ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഈ മൊഡ്യൂൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ വില തീരെ കുറവാണ്. ഞാൻ excluma.com എന്നുള്ളൊരു സൈറ്റുണ്ട്, അതിനകത്ത് പോയി നിങ്ങൾ നോക്കുക. ലിഥിയം അയൺ ബാറ്ററി ചാർജിങ് മൊഡ്യൂളൊന്ന് നോക്കിയാൽ മതി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വില കൂടുതലായിരിക്കും.